ചിക്കൻ സൂപ്പ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇനി ഇതുവരെ ചിക്കൻ സൂപ്പ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇനി വീട്ടിൽ ചിക്കൻ മേടിക്കുന്ന ദിവസം ഉണ്ടല്ലോന്നേ, ഒരു 3-4 പീസ് ചിക്കൻ പീസ് അങ്ങോട്ട് മാറ്റിക്കൊള്ളുക. അതൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ക്യാപ്സിക്ക, സ്വീറ്റ് കോണ്, മീഡിയം സൈസ് ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളിയും, ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് വേവാൻ ആവശ്യമായ കുറച്ച് ഏറെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് 15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെച്ചിട്ട്. ഇനി ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോന്നേ, നമുക്കിതിനകത്തുനിന്ന് ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിനി ആവശ്യമില്ല. ചിക്കൻ കൈകൊണ്ട് ഇതേപോലെ അങ്ങോട്ട് പിച്ചി അങ്ങോട്ട് എടുത്തിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു ഗ്ലാസ്സിനകത്തേക്ക് 2 സ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പിച്ചെടുത്ത നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഒരു മുട്ട അടിച്ചതാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മുട്ട അടിച്ചു കൊടുക്കുന്നത് ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം തന്നെ പെട്ടെന്ന് നമ്മളിത് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. എങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ നല്ല സ്പ്രെഡായി കിട്ടുള്ളൂ. ഇതിനകത്തേക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും 1 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ചൂടോടെ അങ്ങ് സെർവ് ചെയ്യണം. എന്നാ അടിപൊളി ടേസ്റ്റ് ആണെന്നറിയാവോ? വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.